പരക്കെ ജനങ്ങളെല്ലാം പറയുന്നത് CPM-ൻ്റെ പ്രവർത്തകരായിട്ടും CIT-ക്കാരുമാണ് വന്ന് ഇന്നലെ ഈ പയ്യനെ ഭീഷണിപ്പെടുത്തിയെന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്? കഴിഞ്ഞ ദിവസം രാത്രി ഏതാണ്ട് 8:30 അഖിലിൻ്റെ വീട്ടിൽ ഒരു 8ഓളം വരുന്ന യുവാക്കൾ എത്തുന്നത്. അവർ മദ്യപിച്ചിട്ടുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അവിടെ വന്നതിന് ശേഷം അഖിലിനോട് വളരെ മോശമായിട്ട് സംസാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും 16 വയസ്സുള്ള +2 പഠിക്കുന്ന അഖിലിനോട് മോശമായിട്ട് സംസാരിച്ചിട്ടാണ് പ്രദേശവാസികൾ പറയുന്നു. ആ വിഷമത്തിലാണ് കിണറ്റിൽ ചാടിയത്. CPM-ൻ്റെ പ്രവർത്തകനും CITU തൊഴിലാളിയുമായിട്ട് നേതൃത്വത്തിലാണ് വന്നതെന്നൊക്കെയാണ് പ്രദേശവാസികൾ പറയുന്നതെങ്കിലും ഇന്ന് CPI-യുടെ ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഭിലാഷ് നമ്മളോട് പറഞ്ഞത് ഈ കുട്ടിയുടെ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുന്നത് ഈ വന്നവരെല്ലാം കുട്ടിയുടെ അച്ഛനുമായിട്ടാണ് സംസാരിച്ചിരുന്നത്. ഈ സംസാരിക്കുന്നതിൻ്റെ ഞാനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പയ്യൻ പോയി കിണറ്റിൽ ചാടുന്നതാണ്. പയ്യൻ ഇന്നലെ ഉണ്ടായ സംഭവം പോലീസിന് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്, കുട്ടിയുടെ അച്ഛൻ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത് സ്കൂളിൽ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് എന്തോ പരാതി ഉണ്ട്. ആ പരാതിയുടെ ഭാഗമായി പെൺകുട്ടിയുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സും ഇവിടെ വന്ന് കുട്ടിയുടെ അച്ഛനുമായി വർത്തമാനം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു വിഷയമുണ്ട്, അത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പിറകിൽ ആണ് ഇത് സംഭവിക്കുന്നത്. അതൊരു ആക്രമണ സ്വഭാവത്തിൽ നിന്നുള്ളതല്ല. അച്ഛനോടാണോ സംസാരിച്ചത്? കുട്ടിയോടല്ല, അച്ഛനോട് സംസാരിച്ചു എന്നാണ് അച്ഛൻ എന്നോട് പറഞ്ഞത്. പോലീസിൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത് അങ്ങനെയാണ്, അല്ലാതെ കുട്ടിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയും വഴക്കുണ്ടായൊന്നുമില്ല. അപ്പോൾ ഈ അച്ഛനോട് പറഞ്ഞ വിഷമത്തിലാണോ കുട്ടി പോയി? ആ വിഷമത്തിലായിരിക്കാം എന്ന് തോന്നുന്നു. പക്ഷേ അത് മനഃപൂർവ്വമായ വളരെ മാന്യമായി പെരുമാറിയെന്നാണ് കുട്ടിയുടെ അച്ഛൻ എന്നോട് പറഞ്ഞത്. പക്ഷേ ഇത്തരത്തിൽ ഒരു CPM-ൻ്റെ പ്രവർത്തകരായിട്ടുള്ളവരായി ഈ രാത്രിയിൽ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കാതെ അവർ പക്വതാപരമായൊരു കാര്യം ചെയ്യണ്ടായിരുന്നു. പകൽ വരികയോ നിയമപരമായിട്ട് സമൂഹത്തിൽ ബന്ധപ്പെട്ട ആളുകളുണ്ട്, ജനപ്രതിനിധികൾ കാണും. അതല്ലെന്നുണ്ടെങ്കിൽ പകൽ രഹസ്യമായി വിളിച്ച് മാതാപിതാക്കളെടുത്ത് സംസാരിക്കാം, അല്ലെങ്കിൽ നിയമപരമായ നടപടിക്രമങ്ങളിലേക്ക് പോകാം. അത്തരം കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധ ചെലുത്തേണ്ടതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമേ അതിനകത്തുള്ളത്. ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്, അങ്ങനെ ആയിരിക്കണം. അശ്രദ്ധയാണ് ഇത്തരത്തിലൊരു ആപത്ത് ഇവിടെ വന്നത് അല്ലേ? അല്ല, അങ്ങനെ വന്നു എന്ന് പറയാൻ കഴിയില്ല. അവരുടെ കുട്ടിയുടെ ഭാഗത്ത് പെൺകുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് പറയുമ്പം സ്വാഭാവികമായും മറ്റ് വിഷയങ്ങൾ വരും എന്നൊരാരും ചിന്തിക്കുന്നില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായി അവർ വന്നത് ഇൻറ്റിമേറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടാവാം, അങ്ങനെ വന്നതിൻ്റെ ഭാഗം വന്നിട്ടുണ്ടാവാം. അപ്പോൾ അത് വേറൊരു ദുരുദ്ദേശത്തോടെ ആണെന്നുള്ള തരത്തിൽ നമ്മൾ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. നമ്മൾ ആദ്യം കാണുന്നത് മരിച്ച പ്രദേശത്തുള്ള പിള്ളേരായിരിക്കും എന്നാണ് നമ്മുടെയൊക്കെ ധാരണ. ഇന്നലെ ഈ ആൾക്കൂട്ടം കണ്ടപ്പോൾ എത്ര മണിയോടുകൂടി? 8:45 കഴിയും. എത്ര പേര് കാണും? ഒരു 7-8 പേരുണ്ട്. നമ്മൾ വരച്ച് ഇവിടുത്തെ പിള്ളേരായിരിക്കുമെന്നാണ് ഇത് ഈ വന്ന് ആൾ കൂടി നിൽക്കുന്നുണ്ടോ കണ്ടത്. സംസാരം ഒച്ചത്തിൽ കേട്ടു. സംസാരം അന്നേരം ഇല്ല, പിന്നെ അവരെല്ലാം അങ്ങ് പിരിഞ്ഞു പോയി. അങ്ങ് ആരും ഇല്ലായിരുന്നു അന്നേരം ഈ സംസാരം അല്ല, അന്നേരം അറിഞ്ഞില്ല. ഇവിടുന്ന് ഞാൻ സംസാരിച്ച് ഞാൻ അങ്ങ് വീട്ടിലോട്ടും പോയി. അത് കഴിഞ്ഞൊരു 10:30 മണിയായി ഞാൻ അങ്ങോട്ട് കിടന്നപ്പോഴാണ് ഒരു ആംബുലൻസിൻ്റെ സൈറൻ കേൾക്കുന്നത്. ആ സൈറൻ കേട്ടതിന് ശേഷമാണ് ഞങ്ങൾ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ആംബുലൻസ് അവിടെ ഒരു കാർ കിടക്കുന്നതാണ് അവിടെ കിടക്കുക. ആംബുലൻസ് അല്ല, ഫയർഫോഴ്സിൻ്റെ വണ്ടി. പിന്നെ അവർ വന്ന് കിണറ്റി ഇറങ്ങി നോക്കി. അപ്പോഴാണ് ലൈറ്റ് അടിച്ച് നോക്കിയപ്പം അവൻ്റെ ഈ ചെരുപ്പ് അതിൻ്റെ അച്ഛൻ കൊണ്ട് പരാതി കൊടുത്തല്ലോ. ഈ പരാതി ഇന്നലെ വന്ന കൂട്ടത്തിൽ ആരൊക്കെയാണെന്നുള്ളത് അറിയാവോ? അത് അവർ രക്ഷകർത്താവിനെ അറിയാം, ആരുടെ പേര് പറഞ്ഞിട്ടില്ല. ചേട്ടൻ കണ്ടില്ല ആളിനെ? ഇല്ല, ഞങ്ങൾ കണ്ടില്ലല്ലോ. അപ്പോൾ ഈ ചെറുക്കനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ മിടുക്കനായ ഒരു പയ്യനാണ് പഠിക്കാൻ. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുക്കൻ. അപ്പോൾ പിന്നെ ഫയർഫോഴ്സ് വന്ന് അവനെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയി. അപ്പം എടുത്തപ്പോഴേ അവൻ ആ കിണറ്റ് വീണപ്പോഴേ അവൻ്റെ തലയും കണ്ടടിച്ചിട്ടുണ്ട്, തൊടിയിട്ടൊക്കെ ആക്കി. അപ്പോൾ അവിടെ വെച്ചങ്ങ് തീർന്ന് മരിച്ചു പോയതാണ്. പിന്നെ എടുത്തപ്പോൾ വെള്ളമൊന്നും കുടിച്ചിട്ടില്ല, കാരണം അതിനുള്ള മസ്തിഷ്കത്തിലെങ്ങാണ്ട് തലയ്ക്കെങ്ങാണ്ട് അടി പറ്റിയപ്പോഴേ വെള്ളം അതിന് വേണ്ടിയില്ല. 9 കോടി വെള്ളമുണ്ട്. പക്ഷേ ആ വീണ സമയത്ത് കിണറ്റിൽ വീണ സമയത്ത് തലയെ ഹെഡ് ഇഞ്ചുറി ഉണ്ടായി കാണും, അപ്പോഴേ മരിച്ചു കാണും. പിന്നെ വാതുറക്കത്തില്ലല്ലോ. അവൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണോ? ഒരു ക്ലാസ്സിലാണോ? ഇന്നലെ എപ്പോഴാണ് പിരിഞ്ഞ? നമ്മളൊരു 4:45 കഴിഞ്ഞപ്പോൾ സ്കൂൾ വിട്ട് കഴിഞ്ഞപ്പോൾ. എന്തോ പറഞ്ഞാൽ പിരിഞ്ഞ? അതൊന്നും പറഞ്ഞില്ല, അവൻ മുമ്പേ നടന്നാൽ പോയി, ബസ്സിനാ പോയി. ഇന്നലെ ക്ലാസ്സിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് അനുഭവം വല്ലതും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയായിട്ടൊന്നുമില്ല.
വീട്ടിൽ അല്ല ഈ സ്കൂളിൽ ഈ സൗഹൃദം ഒരു പെൺകുട്ടിയായിട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അറിയാം മോനെ, അങ്ങനെ കാണാം. പറഞ്ഞാൽ ഉണ്ടായിരുന്നു. ആ കുട്ടിയായിട്ട് ആ കുട്ടിക്ക് അടുപ്പം ഉണ്ടായിരുന്നോ? ആ രണ്ടുപേർക്കും ഇഷ്ടമായിരുന്നോ? ആ പിന്നെ അവർ ഈ വൈകിട്ട് ഇങ്ങനെ വരാനുള്ള കാര്യം എന്താ, കുട്ടി എങ്ങനെ ഉപദ്രവിക്കുകയാണോ ചെയ്തിട്ടുണ്ടോ അതോ? ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. അവർ നല്ല സൗഹൃദത്തിലായിരുന്നു. ആ മോനറിയാം, മോനോടെല്ലാം പറയുമായിരുന്നു ഈ കാര്യങ്ങളൊക്കെ. എല്ലാം പറയത്തില്ല. എല്ലാന്ന് വെച്ചാൽ സ്കൂളിൽ ക്ലാസ്സിൽ ക്ലാസ് ഒരേ ക്ലാസ് ആണോ പെൺകുട്ടി അതോ വേറെ ക്ലാസ്? അല്ലല്ല, വേറെ ക്ലാസ്സിൽ. എന്തായാലും വളരെ ദുഃഖകരമായ ഒരു സംഭവമായിപ്പോയി. അഖിലിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ അനന്തര നടപടികൾ ഇവിടെ നടക്കുകയാണ്. ഏതാണ്ട് 3 മണിയോട് അടുപ്പിച്ച് വീട്ടിലെത്തിച്ചു. കൂടെ പഠിച്ച കുട്ടികളും പ്രദേശവാസികളും ഒക്കെ വളരെ ദുഃഖാർത്ഥമായിട്ടാണ് കാണുന്നത്. പക്ഷേ എന്തായാലും വളരെ വിഷമമുള്ള ഒരു സംഭവമായി. യുക്തിപരമായിട്ട് കുട്ടികളോട് ഇത്തരം കാര്യങ്ങൾ സ്കൂളിലൊരു സൗഹൃദമുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ട് മുതിർന്നവർ അവർ കുട്ടിയെ എങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കണം, അല്ലെങ്കിൽ അത്തരം തെറ്റായ രീതിയിൽ പോകാതെ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട സമയങ്ങളിൽ, പകൽ സമയങ്ങളിൽ അതിൻ്റെ മാതാപിതാക്കളോട് സൗമ്യമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ രീതി സംസാരിച്ച് വേണം അത് തിരുത്തേണ്ടത്. അല്ലാതെ രാത്രിയിൽ ഇത്തരം എന്തെങ്കിലും ഒരുമിച്ച് വന്ന് ഇത്തരം കുട്ടികളുടെ മുമ്പ് വെച്ചോ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയോ ഒക്കെ ചെയ്താൽ ഇത്തരത്തിൽ യുക്തിബോധമില്ലാത്ത ഒരു കാര്യമായിപ്പോയി സംഭവിച്ചത്. വളരെ ദുഃഖകരമായ കാര്യമാണ് കൊല്ലം കുണ്ട്ര പെരുമ്പുഴയിൽ സംഭവിച്ചിരിക്കുന്നത്. കർമ്മ ന്യൂസ് രാമഭദ്രൻ.